ഹലോ, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് പോയി ഈ റാങ്ക് ഫയലിൻ്റെ റിവ്യൂ ഒന്ന് നന്നായിട്ട് കണ്ടിട്ട് വന്നാലോ? വാ. അപ്പോൾ ഇതാ SCERT നമ്മുടെ പീഡിക, അതായത് ഒക്ക പീഡിയ ബേസ്ഡ് ഓൺ ദി ലേറ്റസ്റ്റ് PSC സിലബസ്, അതായത് നമ്മുടെ SCERTയുടെ ബുക്കിൻ്റെ ലേറ്റസ്റ്റ് സിലബസ് ഫോളോ ചെയ്തിട്ടുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ബുക്കാണ്. ടോപ്പിക് വൈസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പാഠപുസ്തകത്തിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉൾക്കൊണ്ടുള്ള ഒക്ക പീഡിയയുടെ ഒരു റാങ്ക് ഫയലാണിത്. അപ്പോൾ ദാ ഈ കാണുന്ന നമ്പറിലാണ് ഞാൻ കോൺടാക്റ്റ് ചെയ്തത്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് ഡീറ്റെയിൽ തരും. വാട്സപ്പ് വഴി ഓർഡർ ചെയ്യാം, വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത്. അപ്പോൾ തന്നെ അവരെനിക്ക് വെബ്സൈറ്റ് ലിങ്ക് തന്നു. ഞാൻ അതിൽ കയറി നോക്കിയപ്പോൾ അവർ തന്നെ പറഞ്ഞായിരുന്നു ഓൾറെഡി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന്, സ്റ്റോക്ക് വരുമ്പോൾ അവർ അയച്ചേക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്റ്റോക്ക് വരുന്നത് നോക്കിയിട്ടാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹിസ്റ്ററി, ജിയോഗ്രഫി, ഭരണഘടന, സാമ്പത്തിക ശാസ്ത്രം, ഇത്രയാണ് ഇതിലുള്ള ഒക്ക പീഡിയയുടെ. അതിലും ഈ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും എന്താണ് അറിയാം, എക്സാമിന് കൂടുതലായിട്ട് ഇപ്പോൾ ചോദിക്കുന്ന SCERT പാഠപുസ്തകം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യാനായിട്ട് കറക്റ്റായിട്ടൊരു പാറ്റേൺ തന്നെയാണ് ഇതിലുള്ളത് കേട്ടോ. കാരണം പുസ്തകം തന്നെയാണ് അകത്തെന്ന് നമുക്ക് തോന്നിപ്പോകും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, കോപ്പി റൈറ്റിനെ കുറിച്ചും. പിന്നെ എല്ലാ റാങ്ക് ഫയലിലും ഓരോരോ മിസ്റ്റേക്ക് ഉണ്ടാകും. ചിലത് നമുക്ക് അറിയാവുന്നതായിരിക്കും, ചിലത് നമ്മൾ ശ്രദ്ധിക്കാതെ പഠിച്ചും പോകും. അപ്പോൾ ഈ QR കോഡ് സ്കാൻ ചെയ്ത് നമ്മൾ നേരെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും. ആ ഗ്രൂപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അതിൽ ജോയിൻ ചെയ്തു. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഈ ബുക്കിനകത്തുണ്ടെങ്കിൽ, അതായത് ഏത് പേജാണെന്നോ എത്രാമത്തെ പോർഷനിലാണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ആ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2 മിസ്റ്റേക്കുകൾ ഈ ബുക്കിലുള്ളത് ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. അത് ഞാൻ കറക്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വായിക്കുന്ന സമയത്താണ് ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് കാണുന്നതെങ്കിൽ നമുക്കത് അവരെ ഇൻഫോം ചെയ്യാം, അവരത് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ഇഷ്യൂസൊന്നും ഇല്ല. പിന്നെ ഈ ബുക്ക് കിട്ടിയതിന് ശേഷമാണ് ഇവരുടെ തന്നെ PSC സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാമെന്നും പറഞ്ഞ് വീണ്ടും ഒരു QR കോഡ് സ്കാൻ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത്രയും വലിയൊരു ടെലഗ്രാം ചാനലൊക്കെ ഒക്ക പീഡിയയ്ക്ക് ഉണ്ടെന്ന് തന്നെ ഞാൻ അറിയുന്നത് ഈ ടെക്സ്റ്റ് വാങ്ങിച്ചതിന് ശേഷമാണ് കേട്ടോ. ഇതിൻ്റെ ലാസ്റ്റ് പേജിലും കുറേ QR ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ്, അതായത് ഒരു ഇൻഡെക്സ് എന്ന് പറയുന്ന തരത്തിൽ ഏതൊക്കെ ചാപ്റ്റേഴ്സാണ്, ഏതൊക്കെ പോർഷൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ തരത്തിലാണ് ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത്. പേജ് നമ്പർ എത്രയുണ്ട്, നമ്മുടെ സിലബസിൽ എന്തൊക്കെ ഉള്ളതാണ് ഇതിലുള്ളതെന്നൊക്കെ നല്ല ഡീറ്റെയിലായിട്ട് അറിയാൻ വേണ്ടി, നിങ്ങൾക്കറിയാൻ വേണ്ടിയാണ് ഞാൻ ഇൻഡെക്സ് ഇത്രയും ഡീറ്റെയിലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ കണ്ടോ, ചാപ്റ്റർ ഫസ്റ്റിൽ നമ്മൾ 8ാം ക്ലാസ്സിൽ എന്തൊക്കെയുണ്ട്. അപ്പോൾ നമ്മൾ ആ പോർഷൻസ് വരുന്നത് നമ്മുടെ PSC സിലബസിലുള്ളത് തന്നെയാണ്. ബ്രിട്ടീഷ് ആധിപത്യം, 1ാം സ്വാതന്ത്ര്യ സമരം, അതും സബ് ടോപ്പിക്കുകളും അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1 വരുന്നത്. വീണ്ടും 8ാം ക്ലാസ്സിലൊക്കെ ഇതിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്വദേശി പ്രസ്ഥാനവും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാം ചാപ്റ്റർ 2 സെയിം 8ാം ക്ലാസ്സിൽ. പിന്നെ നമ്മൾ സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയൊക്കെ വരുന്നത് 10ാം ക്ലാസ്സിൽ. അതും ചാപ്റ്റർ ഏതാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വീണ്ടും വരുന്നുണ്ട് കേട്ടോ 10ാം ക്ലാസ്സും 8ാം ക്ലാസ്സും. നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോ ഭാഗങ്ങൾ ആ പുസ്തകത്തിനകത്ത് എന്താണോ കൊടുത്തിട്ടുള്ളത് അത് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്ന് ആവശ്യത്തിനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമായത് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കുന്നതിന് ഈസിയാണ് ഈ ഒരു റാങ്ക് ഫയൽ. ആദ്യം തന്നെ റാങ്ക് ഫയലിൻ്റെ റേറ്റ് ഒന്ന് പറയട്ടെ. റാങ്ക് ഫയലിൻ്റെ വില വരുന്നത് 810 രൂപയാണ്. 810 രൂപയിൽ 60 രൂപ ഷിപ്പിംഗ് ചാർജും 750 രൂപയാണ് ഈ 2 ബുക്കിനും കൂടി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോ നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും നമ്മുടെ ഭരണഘടനയെല്ലാം എത്രത്തോളം ആഴത്തിൽ ഈ ബുക്കുകളിൽ കൊടുത്തിരിക്കുന്നു എന്നത് ഈ റാങ്ക് ഫയൽ കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. നമ്മൾ വീണ്ടും ചാപ്റ്റർ ഫ്രഞ്ച് വിപ്ലവം, നമ്മുടെ വേൾഡ് ഹിസ്റ്ററി വരുന്നുണ്ട് ആ ഭാഗത്ത്. ഇവിടെ കേരള ഹിസ്റ്ററി വരുന്നുണ്ട്. അതും ക്ലാസ് 7 4ാമത്തെ ചാപ്റ്ററാണെന്ന് കൊടുത്തിട്ടുണ്ട്. ക്ലാസ് 8 ഇത്രാമത്തെ ചാപ്റ്ററാണ്. അങ്ങനെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സും ഓരോ ചാപ്റ്ററും. ടെക്സ്റ്റ് കയ്യിലുള്ളവർക്ക് പിന്നെ ഈ റാങ്ക് ഫയലിൻ്റെ ആവശ്യമില്ല. എൻ്റെ കയ്യിൽ ഒരു തരത്തിലുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളും ഇല്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള റാങ്ക് ഫയലുള്ള മുന്നോട്ടുള്ള പഠനത്തിൽ വളരെ ഹെൽപ്ഫുള്ളെന്ന് തന്നെ പറയാം. അത്രയ്ക്കും നല്ലൊരു ബുക്കാണിത്. അപ്പോൾ അതിനുശേഷം ഞാൻ കാണിച്ചു തരുന്നത് പോലെ തന്നെ ചരിത്രത്തിലെ സാഹിത്യ സ്രോതസ്സുകളും നമുക്ക് ആവശ്യമുള്ള, കേരളത്തിലാണ് കേട്ടോ അത്. അപ്പോൾ നമുക്ക് ഇനി വരുന്ന എക്സാമിന് വേൾഡ് ഹിസ്റ്ററിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ അമേരിക്കൻ വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അതെല്ലാം തന്നെ നമ്മുടെ 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 13ാമത്തേലാണ് വരുന്നത്. ഫ്രഞ്ച് വിപ്ലവം 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 2 വരുന്നത്. പക്ഷേ ഇതെല്ലാം നമ്മൾ ഓരോ ക്ലാസ്സിലാണെങ്കിലും നമുക്കിതെല്ലാം വളരെ അത്യാവശ്യമുള്ള ഘട്ടമാണ്. അതുപോലെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് കണ്ടാലും മനസ്സിലാവും, ഒരു ടെക്സ്റ്റ് ബുക്ക് സ്റ്റൈലിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ കേരള ജിയോഗ്രഫി കണ്ടോ, ചാപ്റ്റർ
8 വരുന്നത് ക്ലാസ് 5-ലാണ്. ഇന്ത്യയിലെ കൃഷി രീതികളൊക്കെ വരുന്നത് ക്ലാസ് 7-ാം ക്ലാസ്സിലാണ്. അപ്പം നമ്മൾ അത്രയും ബുക്കുകൾ കളക്ട് ചെയ്ത് പഠിക്കുന്നതിനേക്കാളും എനിക്ക് ബെറ്റർ എന്ന് തോന്നിയത് ഇതാണ്. ഇപ്പം ആരെങ്കിലും പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുതിയ SCERT ബുക്ക് കിട്ടുമെങ്കിൽ അത് ഓക്കെയാണ്. ഈ ബുക്ക് വാങ്ങണമെന്നില്ല, നമുക്ക് ആവശ്യമുള്ളത് ആ ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കാം. പക്ഷേ ബുക്കൊന്നും നമുക്കങ്ങനെ കിട്ടാനില്ലാത്തവർക്ക് കറക്റ്റ് ഒരു പാറ്റേണായിട്ട് നമുക്ക് ഒക്കാപീഡിയയുടെ ഈ ബുക്ക് തീർച്ചയായും 100% നമുക്ക് പറയാം കേട്ടോ. നമുക്ക് അത്രയ്ക്ക് ഡീറ്റെയിൽ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ബുക്ക് തന്നെ നമ്മൾ ഈ ബുക്കൊന്ന് വായിച്ച് തീരുമ്പോൾ തന്നെ നമ്മൾ സെറ്റാവും, അത്തരത്തിലാണ്. പിന്നെ നമ്മൾ റാങ്ക് ഫയലിൻ്റെ ഒരു മോഡലിലേ അല്ല അകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, 9-ാം ക്ലാസ്സിൽ നമ്മൾ ഗതാഗതം, വാർത്താവിനിമയം, ഇതൊക്കെ നമ്മുടെ സിലബസിലുള്ളതാണ്. ഇന്ത്യയിലെ ധാതു വ്യവസായം, ഇതൊക്കെ നമ്മുടെ റാങ്ക് ഫയലിലും ഉണ്ട്. പക്ഷേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടും ആ ടെക്സ്റ്റിൽ ഓരോ പോയിൻറ്റും എടുത്തു പറയുന്നുണ്ട് കേട്ടോ. വേൾഡ് ജോഗ്രഫിയും വരുന്നുണ്ട്. നമുക്ക് ഇനിയുള്ള എക്സാം, ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് നമുക്ക് വന്നിട്ടില്ല, പക്ഷേ ഇനി വരുന്ന എക്സാമിനെല്ലാം ഇത് അത്യാവശ്യമായിട്ടും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇവരുടെ തന്നെ ഒത്തിരി ടെലഗ്രാം ചാനലിൽ ഇതിൻ്റെ നമ്മുടെ SCERTയുടെ PDF നോട്ടും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ബുക്ക് വാങ്ങാൻ പറ്റാത്തവരോ നമ്മുടെ ഓൺലൈനായിട്ടുള്ള പെയ്ഡ് കോഴ്സിലൊന്നും ചേരാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോ ക്ലാസ്സസും PDF-ഉം ഒക്കെ അവൈലബിൾ ആണ്. ഒക്കാപീഡിയയുടെ തന്നെ ഉണ്ടെന്നറിയാം. പിന്നെ നമ്മൾ റോഷൻ സാർ, അങ്ങനെ ഒത്തിരി സാറുടെ വീഡിയോസും PDF ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അടുത്ത നമ്മൾ കാർഷിക വിളകൾ ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ നേരെ പോകുന്നത് എക്കണോമിക്സിലേക്കാണ്. അപ്പോൾ എക്കണോമിക്സിൽ അത്യാവശ്യം നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ഇതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ റാങ്ക് ഫയലിൽ റെഫർ ചെയ്യാൻ നമുക്ക് ടൈം കിട്ടണമെങ്കിൽ കൂടുതൽ നമ്മൾ ഇതൊന്ന് വായിച്ചിട്ട് നോക്കുകയാണെങ്കിൽ കൂടുതൽ നമുക്ക് പഠിച്ചാൽ മനസ്സിലാവും കേട്ടോ. ലാസ്റ്റ് ഗ്രേഡിൻ്റെ സമയത്ത് എനിക്കിത് ജസ്റ്റ് നോക്കാനേ പറ്റിയിട്ടുള്ളൂ. അതിൽ നിന്ന് ഒരുപാടൊന്നും പഠിക്കാനോ അങ്ങനെ പോയിൻറ്റ്സ് കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പിന്നെ ഇത് മൗലിക അവകാശങ്ങളൊക്കെ വരുന്നതാണ്. 8-ാം ക്ലാസ് തൊട്ട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, 6-ാം ക്ലാസ്സിലുണ്ട്, അങ്ങനെയൊക്കെ വരുന്നതാണ്. നമ്മുടെ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭേദഗതികളെക്കുറിച്ചും അത് ഓരോ ഭാഗങ്ങളും വരുന്നത് വ്യത്യസ്ത ക്ലാസ്സുകളിലേക്കാണ്, അതാണ് ഇതിൻ്റെ വേറൊന്ന്. അപ്പം നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ 8-ാം ക്ലാസ്സിലെയോ 9-ാം ക്ലാസ്സിലെയോ പഠിച്ചാൽ നമ്മൾ ഫുള്ളും അത് കവർ ചെയ്യാൻ നമുക്ക് പറ്റില്ല. എല്ലാ ക്ലാസ്സിലെയും പുസ്തകങ്ങൾ നമ്മളെ കയ്യിൽ വേണം, എന്തായാലും അതിൻ്റെ ഒരു തുടർച്ച നമുക്ക് കിട്ടുകയുള്ളൂ. തൊഴിലും ജോലിയും അങ്ങനെയുള്ള ഓരോരോ പോർഷൻസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കാൻ കാരണം, ഈ ബുക്ക് വാങ്ങണം എന്നാഗ്രഹിക്കുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എത്രത്തോളം യൂസ്ഫുള്ളാണ് അവർക്ക് ഈ ബുക്ക് വാങ്ങിയാൽ എന്നറിയാൻ കൂടി വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് നന്നായിട്ടുണ്ട്. നമുക്ക് ഓരോ പേജിൻ്റെ നമ്പർ നോക്കുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം നീളത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആ പേജുകളും കണ്ടൻറ്റുകളും ഒക്കെ തന്നെയാണ് അകത്തും അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയും ഒക്കെയാണ്. നമുക്ക് പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവുമെന്ന് വെച്ചാൽ നമ്മളൊരു സ്കൂളിൻ്റെ പുസ്തകത്തിൽ ഓരോ ശൈലിയിലല്ലേ അത് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ റാങ്ക് ഫയലിനേക്കാളും അതുപോലെ തന്നെയാണ് ഈ റാങ്ക് ഫയലിനകത്ത് ഉള്ളത്. ഒരിക്കൽ കൂടെ പറയട്ടെ, ഇതിലെന്താണ് ഒരുപാട് നമ്മൾ IT-യോ മാത്സോ ഇംഗ്ലീഷോ മലയാളം അതൊന്നും അടങ്ങിയൊരു റാങ്ക് ഫയലല്ല, സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയായിട്ടുള്ളൊരു റാങ്ക് ഫയലാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ കൊടുത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങാൻ താല്പര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ കാണിച്ചു തന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻഡെക്സ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ പുസ്തകം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ സ്കൂൾ പാഠപുസ്തകത്തിൻ്റെ ഇതാണ്ട് ഇവിടുന്ന് തുടങ്ങും. നമ്മൾ പോർച്ചുഗീസുകാരും ഇതെങ്ങനെയൊക്കെ ഡച്ചു കാരും ഇത് ഹോർത്തൂസ് മലബാറിക്കസി കൊടുത്തിരിക്കുന്ന ഒരു വൃക്ഷമാണ്. ഇതിന് ആദ്യമൊക്കെ ഞാൻ ആനപ്പന എന്നാണ് കേട്ടിട്ടുള്ളത്, പക്ഷേ ആ പേരല്ല ഇവിടെ പറയുന്നത്, ഇവിടെ ഒലട്ടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഒലട്ടി എന്ന് ഇതിൽ കൊടുത്തിരിക്കുന്നുണ്ടപ്പോൾ എനിക്ക് വേഗം അത് ഏത് വൃക്ഷമാണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇത്തരത്തിലാണ് ഈ റാങ്ക് ഫയലിൻ്റെ അകം വരുന്നത്. നല്ല രീതിക്ക് തന്നെയാണ് ഓരോ ക്ലാസ്സുകളും നമുക്കപ്പോൾ നോക്കുമ്പോൾ അറിയാമല്ലോ ഏത് ക്ലാസ്സിലെ പുസ്തകത്തിൻ്റെ ഭാഗമാണ് ഇവിടെ വരുന്നതും എന്നൊക്കെ അറിയാൻ പറ്റും. കളറിലൊന്നും അല്ല കേട്ടോ, ഫോട്ടോ ഒക്കെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ തന്നെയാണ്. പേപ്പർ ക്വാളിറ്റിയൊക്കെ അത്യാവശ്യം നല്ലത് തന്നെയാണ്. എല്ലാ രീതിക്കുള്ള മറ്റ് വസ്തുതകളും ഒക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു റാങ്ക് ഫയലാണ്. ഞാൻ ഇതുവരെയും ഇങ്ങനത്തെ ഒരു ബുക്ക് പർച്ചേസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് കൊണ്ട് എനിക്കൊരു യൂസ്ഫുള്ളാണ് ഇങ്ങനെയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഓർഡർ ചെയ്തതും വാങ്ങിയതും ഒക്കെ. അപ്പോൾ ഇത് വാങ്ങാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും വാങ്ങാം കേട്ടോ. പക്ഷേ ഇതാരും ഒരു കംപ്ലീറ്റ് ഒരു റാങ്ക് ഫയലാണ്, ഇത് വാങ്ങിയാൽ നമുക്ക് മൊത്തം പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ഇത് മാത്രം മതി എന്ന് പറഞ്ഞും ഇരിക്കരുത്. നമുക്കൊരു കൈത്താങ്ങ്, നമുക്കൊരു സപ്പോർട്ടാണിത്. സപ്പോർട്ട് ബുക്ക് എന്ന് വേണം പറയാൻ. നമുക്ക് റെഫർ ചെയ്യാനായിട്ടുള്ള ഒരു ബെസ്റ്റ് ബുക്കാണെന്ന് പറയാം. SCERT നമ്മൾ വേറെ എവിടെയും പോയി സെർച്ച് ചെയ്തോ ഒന്നും അങ്ങനെ പഠിക്കുന്നതും ബെറ്ററാണ്. ഞാൻ പറഞ്ഞു ബുക്കില്ലെങ്കിൽ കൂടുതൽ നമുക്കൊന്ന് വായിക്കാനൊക്കെ ഒരു ബുക്കിൻ്റെ ആവശ്യം SCERT ബുക്ക് വേണം. അതിന് ഒക്കാപീഡിയ ഇറക്കിയിരിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളാണ്.
നല്ലൊരു ബുക്കാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും നമ്മൾ റാങ്ക് ഫയലിലൊക്കെ നോക്കുന്ന തരത്തിലുള്ള എല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ പറയട്ടെ, ഇത് നമ്മുടെ എന്താണ് എല്ലാ ഭാഗങ്ങളും ഇതിനകത്ത് വന്നിട്ടില്ല. അതായത് നമ്മുടെ ജോഗ്രഫിയും ഹിസ്റ്ററിയും പിന്നെ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനും സാമ്പത്തിക ശാസ്ത്രവും ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറേ QR കോഡ്. അത് വെച്ച് നമ്മൾ ഡയറക്റ്റായിട്ട് ഇവരെ ടെലഗ്രാം ചാനലിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. SCRT ടെലഗ്രാം ചാനൽ, എന്താണ് കറണ്ട് അഫെയർ ടെലഗ്രാം ചാനൽ, അങ്ങനെ ഒരുപാട് ടെലഗ്രാം ചാനൽ ഇവർക്കുണ്ട്. അതൊക്കെ ഈ ബുക്കിൻ്റെ ബാക്കിലാണ് കൊടുത്തിരിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ ഇത്ര ഒരു വീതിയാണ് ഈ ബുക്കിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്തത് നോക്കിയാൽ അടുത്തത് നമ്മൾ സയൻസ് പാർട്ടാണ്. സയൻസ് പാർട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയാണ്. ഒന്നും കൂടി പറയട്ടെ, ഈ ബുക്കിൻ്റെ വില 810 ആണ്. 60 രൂപ നമ്മുടെ ഷിപ്പിംഗ് ചാർജ് ആയിട്ടുണ്ട്. പിന്നെ 750 രൂപ. അപ്പോൾ മനുഷ്യ ശരീരം, കോശം, ബയോളജിയാണ് സ്റ്റാർട്ടിങ്. ഇൻഡെക്സ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് 697 മുതൽ 703 വരെയാണ് ആ ഭാഗം വരുന്നത്. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 9 അത്തരത്തിലാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് ഓരോ ഭാഗവും നമ്മുടെ റാങ്ക് ഫയലിൽ ചിലതൊക്കെ നോക്കി അതിലേത് ക്ലാസ്സിലാണ് വരുന്നതെന്നൊക്കെ, നമുക്ക് ഏത് ചാപ്റ്ററും എന്നൊക്കെയാണെന്ന് ഇത് നോക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. നമുക്കത് എന്താണ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ SCRT കണ്ടൻറ്റും സയൻസ് ഭാഗം നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഈ ബുക്ക് വാങ്ങുമ്പോൾ യൂസ്ഫുള്ളാണ്. നിങ്ങൾ അറിഞ്ഞാണ് വാങ്ങുന്നത്. നമ്മുടെ വൈറ്റമിൻസും ഇതും എല്ലാം നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഇതിലുണ്ടോ എന്നൊരു ഡൗട്ടൊന്നും വേണ്ട. അത്ര ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. കാരണം വൈറ്റമിൻസുകൾ പഠിക്കുന്നത് 6ാം ക്ലാസ്സിൽ ചാപ്റ്റർ 1ലാണ് വിറ്റമിനുകളെ കുറിച്ച് പഠിക്കുന്നത്. അതിനുശേഷം 10ാം ക്ലാസ്സിലുണ്ട്. 10ാം ക്ലാസ്സിൽ തന്നെ ഓരോ ഭാഗത്തിലും നമ്മുടെ സിലബസ് എവിടെയൊക്കെ വരുന്നു, 8ാം ക്ലാസ്സിൽ വരുന്നു, 7ാം ക്ലാസ്സിൽ വരുന്നു, 5ാം ക്ലാസ്സിൽ വരുന്നു, അതെല്ലാം ഓരോ തരത്തിലായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് വായിക്കുമ്പോൾ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ചില ക്വസ്റ്റ്യൻസ് എക്സാമിന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇതൊന്നും റാങ്ക് ഫയലിൽ വന്നിട്ടില്ലല്ലോ, ഇത് എവിടെ നിന്നാണ്. അപ്പോൾ ഇത് കെമിസ്ട്രിയാണ്. ആറ്റം തന്മാത്ര. നമ്മുടെ കെമിസ്ട്രി നമ്മുടെ സിലബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആറ്റം തന്മാത്രയിലാണ്. 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5ാം ഭാഗമാണ് കേട്ടോ അതിൽ വരുന്നത്. പിന്നെ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ബയോളജി ഉണ്ടോ, പൂക്കാം കായ്ക്കാം, അങ്ങനെയൊക്കെ ഓരോ ചാപ്റ്ററുകളുണ്ട്. 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 1ലാണ് ആറ്റത്തിൻ്റെ ഘടന വരുന്നത്. പിന്നെ സംയുക്തങ്ങൾ, അങ്ങനെ കെമിസ്ട്രി ഇങ്ങനെ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. ഈ പീരിയോഡിക് ടേബിളുകളും ഇലക്ട്രോൺ വിന്യാസവും അതെല്ലാം നമ്മളിപ്പോൾ ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടി പഠിച്ചതാണ്. അത് 10ാം ക്ലാസ്സിലാണ് വരുന്നത്, ചാപ്റ്റർ 3. അടുത്ത് രാസഭൗതിക മാറ്റങ്ങളും രാസപ്രവർത്തനങ്ങളും 6ാം ക്ലാസ്സിലെയും 8ാം ക്ലാസ്സിലെയും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഉള്ളിലും അങ്ങനെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാപ്റ്റർ 9ാം ക്ലാസ്സിൽ ഇത്രയൊക്കെ ഭാഗങ്ങളായിരുന്നു. പിന്നെ ലോഹങ്ങൾ, അലോഹങ്ങൾ, അവയുടെ രൂപാന്തരങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഉള്ളതിൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ സയൻസൊക്കെ പഠിക്കാനായിരുന്നാലും. പിന്നെ 2 ബുക്കും ഒരുമിച്ചേ കിട്ടൂ, സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് കിട്ടില്ല. ഒരു കോംബോ ആയിട്ടാണ് അവർ കൊടുക്കുന്നത്. ഞാൻ ഒന്നായിട്ട് കിട്ടുമെന്ന് അന്വേഷിച്ചു, അപ്പോൾ ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ 2 ബുക്കും കൂടെ ഓർഡർ ചെയ്തു. കാരണം ഞാൻ സയൻസ് മാത്രമായിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ സയൻസ് ഒഴിവാക്കിയിട്ട് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായിരുന്നാലും സ്കൂൾ പാഠപുസ്തകത്തിലൊന്നും തന്നെ ഇല്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇത് 2 തന്നെ ഓർഡർ ചെയ്തു. അപ്പം നമുക്ക് എന്താണ് കിട്ടിയ സമയത്ത് തന്നെ നല്ലൊരു മനസ്സിനൊരു ഇതാണ്, നമുക്ക് എന്തായിരുന്നാലും SCRTക്ക് ഇനി വേറൊരിടവും പോകണ്ട. അങ്ങനെ ഫിസിക്സിൻ്റെയാണ് ഈ കൊടുത്തിരിക്കുന്നതെല്ലാം. അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താണ്, എനിക്കും ഈ ഒരു ബുക്ക് വാങ്ങുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ എന്താണെങ്കിലും ഇനി വരുന്ന വീഡിയോസിലൊക്കെ എൻ്റെ ഒരു സ്റ്റഡി പാറ്റേണും ടൈം ടേബിളും ടൈം മാനേജ്മെൻറ്റും അതെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും അതിലുണ്ടാവണം. ഉത്തോലകങ്ങൾ, ചലനം, നിത്യജീവിതത്തിൽ കണ്ടോ, ഉത്തോലകങ്ങളൊക്കെ നമുക്ക് വളരെ പ്രധാനമാണ് പഠിക്കാനായിട്ട്. അത് ഒരു 10ാം ക്ലാസ്സിലേ ഉണ്ട്, 8ാം ക്ലാസ്സിലേ ഉണ്ട്. അടുത്ത ക്ലാസ് 5ാം ക്ലാസ്സിലാണ് ISR. ഞാൻ ISR ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ പോയത് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ട്. പിന്നെ ക്ലാസ് 7, ക്ലാസ് 5 ഇതൊക്കെ നോക്കിയിട്ട് പോയെന്നൊന്നും ചോദിച്ചില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ബാക്കിയൊക്കെ ഇടയ്ക്ക് ഒന്ന് ചോദിച്ചിരിക്കുന്നതായിട്ട് ഞാൻ കാണുകയും ചെയ്തു. പിന്നെ പ്രവൃത്തി, പവർ, ഊർജ്ജം ഇതൊക്കെ നമ്മൾ ഫിസിക്സിൽ വരുന്നതാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാം എത്രത്തോളം ഇതിൽ ഉൾക്കൊള്ളിച്ചുള്ളൊരു കണ്ടൻറ്റാണ് ഈ റാങ്ക് ഫയൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ ഒരുപാട് PDF ഒക്കെ ഈ വൊക്കാബുലറിയുടെ തന്നെ ഉണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉള്ളൂ, നല്ല ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല. ട്രെക്ടേണിൽ നമ്മുടെ LDC 2027 ക്ലാസ് ആഗസ്റ്റ് 15 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 15 ശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്താണ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തതിനെക്കുറിച്ചാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ബുക്ക് റാങ്ക് ഫയൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു.
ജീവൻ്റെ കുഞ്ഞറകൾ എന്ന് പറയുന്ന പോർഷൻസാണ് ഇവിടെ തുടങ്ങുന്നത്. അത് എത്രാമത്തെ ക്ലാസ്സിലുള്ളതാണെന്നും ഏത് ചാപ്റ്ററിലാണെന്നൊക്കെ നമ്മുടെ ഇൻഡെക്സ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കണ്ടോ, ഇത്തരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ചിത്രങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ജിയോഗ്രഫിയിലായിരുന്നാലും ആ പോർഷൻസിലായിരുന്നാലും സയൻസിലായിരുന്നാലും ഒത്തിരി ചിത്രങ്ങളൊക്കെ കൊടുത്ത് തന്നെയാണ്, പുസ്തകത്തിലെ സെയിം പിക്ചർ തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം വീഡിയോസിൽ ഞാൻ ഇത് ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ QR കോഡാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ അതിലെ ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ്, നമുക്കത് കുറച്ചും കൂടി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. അപ്പം നമുക്ക് ധൈര്യത്തോട് തന്നെ പഠിക്കാൻ കഴിയും. നമുക്കൊന്നും മിസ്റ്റേക്കൊന്നും ഇല്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ടെലഗ്രാം ഗ്രൂപ്പിൽ പോയി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഏതെങ്കിലും പേജിലുണ്ടെങ്കിലോ അതെല്ലാം നമ്മൾ പഠിക്കുമ്പോഴാണ് കാണുന്നതെങ്കിൽ നമുക്ക് അത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാൻ പറ്റും. തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. പിന്നെ PDF അവൈലബിൾ ആണെന്നാണ് ഓരോ ടെലഗ്രാം SCRT ടെലഗ്രാം ഒക്കാപീഡിയ എന്നൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത ഒക്കാപീഡിയയുടെ തന്നെ PDF നോട്ട് SCRTയുടെ അവൈലബിൾ ആണെന്നാണ് അവർ പറയുന്നത്. പിന്നെ കറണ്ട് അഫെയറിൻ്റെതുണ്ട്. അങ്ങനെ ഓരോ സ്കൂൾ പാഠപുസ്തകം അങ്ങനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കണ്ടോ, ഇത്രയും നമ്മുടെ ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം വരുന്നത്. ഇൻഡെക്സ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു. ഈ വശം കൂടി കാണിക്കുമ്പോൾ പിന്നെ എന്താണ് ഒരുപാടായിപ്പോവും. എന്താണെന്നാലും നിങ്ങൾക്ക് ഇൻഡെക്സ് കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന്. അപ്പോൾ ഇതൊരു ബെസ്റ്റ് ബുക്കാണ്. നമുക്ക് SCRTക്ക് വേറെ എങ്ങും പോകണ്ട. നമ്മുടെ റാങ്ക് ഫയൽ എല്ലാം ഇത് മാത്രം മതിയെന്ന് ചോദിച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു, പോരാ. ഇത് നമുക്കൊരു സപ്പോർട്ട് ബുക്കാണ്. SCRT പീഡിക നമുക്ക് എന്താണ് SCRT നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ന്യൂ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള 2 റാങ്ക് ഫയലാണ്. സയൻസ് ഹിസ്റ്ററി പോർഷൻസിൽ മാത്സ് മലയാളം ഒന്നും തന്നെയില്ല. അപ്പോൾ ബെസ്റ്റ് ബുക്കാണ്. നമുക്ക് നന്നായിട്ട് പഠിക്കാനായിട്ട് ഒരു സപ്പോർട്ടിന് ഈ ബുക്ക് സൂപ്പറാണ്. അപ്പോൾ ഇതാണ് ബുക്കിൻ്റെ ലാസ്റ്റുള്ള QR കോഡ്. ഇതുവഴി നമുക്ക് അവരുടെ ടെലഗ്രാം ചാനലൊക്കെ ജോയിൻ ചെയ്യാം. ഇതെല്ലാം അവിടെ അവൈലബിൾ ആണ്. ആ ടെലഗ്രാം ചാനൽ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യൂ. അപ്പോൾ ഇതാണ് എനിക്ക് ഈ 2 ബുക്കുകളെ കുറിച്ചുള്ള റിവ്യൂ. അപ്പോൾ എൻ്റെ ചാനലും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റും ലൈക്കും ചെയ്യണം. ബൈ.